നമ്മളെ പാലക്കാട് ചെക്ക് പോസ്റ്റിന് പോലീസ് പിടിച്ചു. ദൈവന്മാരുടെ കയ്യിൽ നിന്ന് 2 പൊതി പിടിച്ചു. കൊമ്പൻ കിട്ടി ഗൈസ്, കൊമ്പനെ കിട്ടി. അപ്പൊ ഈ വഴി ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും സൂക്ഷിച്ചൊക്കെ പോവാട്ടോ. ഉമ്മൊക്കെ വളഞ്ഞു. നമ്മളിത് പിന്നെ ആനയെ കാണാൻ വേണ്ടി വാൽപ്പാറയ്ക്ക് വന്നോർത്തു. അതിരപ്പള്ളി നമ്മളെ ഈ റൂട്ടിലാണ് പോണേ, നമ്മുടെ മലയാറ്റൂർ പ്ലാന്റേഷൻ റൂട്ടിൽ. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് വൈകിപ്പോയി, ഒരു 5 മണിക്ക് ഇറങ്ങണമെന്ന് ഓർത്താൽ 6 മണിയായിപ്പോയി. നമ്മൾ മലയാറ്റൂരിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അത് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ വണ്ടിയുടെ പേരും നമ്പറും പിന്നെ 20 രൂപ എന്തോ ടോക്കൺ ഉണ്ട്. അത് കൊടുത്തിട്ട് വേണം കയറിപ്പോയി. ഇതേ അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കയറി. ആ ചെക്ക് പോസ്റ്റ് 6 മണിക്കാണ് തുറക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു ബൈക്കിന് 10 രൂപയും കാറിന് 20 രൂപയായിട്ടാണ് വരുന്നത്. നല്ല നൈസ് റൂട്ടുമാണ്. ഇപ്പം നമ്മൾ അതിരപ്പള്ളിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുമ്മാ ഈ വ്യൂ കണ്ടപ്പോൾ ചുമ്മാ എടുത്തോന്നുള്ളൂ. നമ്മളപ്പോൾ അതിരപ്പള്ളി എത്തി. അപ്പോഴാണിത് ഒരു ടീം സൈക്കിളിൽ റൈഡ് പോകുന്നത്. മിക്കവാറും ഇവരും വാൽപ്പാറയ്ക്കായിരിക്കും. നമുക്ക് നോക്കാം. ഒപ്പമുള്ള കുട്ടനും പൊട്ടനൊക്കെ ഏത് വഴി പോയിന്നൊരു പിടുത്തമല്ല. ഞാനും ഇതേ പൂക്കിയുണ്ട് ഇവിടെ. ഇനി ബാക്കിയുള്ളതിനെ കണ്ടുപിടിക്കണം. നമ്മൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിലെത്തി. പാലം പുതിയതായിട്ട് പണിയുണ്ട്. എന്നാൽ പിന്നെ വെള്ളമൊന്നുമില്ല. അപ്പം അതൊക്കെ നമുക്ക് പോവാം. ഇപ്പോൾ നമ്മൾ വാഴച്ചാലെത്തി. ഇനിയിപ്പോൾ ഇവിടെയും ചെക്ക് പോസ്റ്റ് ഉണ്ട്. എന്താ പൈസ കൊടുക്കണ പരിപാടി ഉണ്ടെന്നാണ് തോന്നണം. ഇവിടെ വാഴച്ചാൽ വെള്ളച്ചാട്ടം ഉണ്ട്. നമ്മളിവിടെ കയറണമൊന്നുമില്ല, നമുക്ക് ടൈമില്ല. ഇതാണ് പൂക്കി. ഇത് കണ്ടോ, സ്റ്റൈൽ തന്നെ. ഇത് അല്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അണ്ണന്മാരാണോ ഐഡിയ ആണോ തിരിച്ചറിയാൻ പറ്റില്ല. റൂം നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തേണ്ട. ഞാനിതിലില്ല, ഇവരുള്ളൂ. അതെ, ചേച്ചിമാർ രാവിലെ തന്നെ അവരുടെ ജോലിയിലാണ്. അപ്പം നമുക്ക് പോയി നോക്കാം. ആനയുണ്ടോ, ആനയെ കാണുമോ, അതോ കടുവയുണ്ടോ, പുലി ഉണ്ടോ. വാൽപ്പാറ പോണവര് ഫുഡ് കഴിച്ചിട്ട് പോക്കോ. ഈ 2 കടയേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ പട്ടിണിക്ക് ഇരിക്കേണ്ടി വരും. നമുക്ക് നോക്കാട്ടോ, പറയാം. നമ്മള് ഫുഡ് നല്ലതാണോ പറയാം. അല്ല ഇനി പറയാം. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞോണ്ട് ഇപ്പൊ പൊറോട്ടയ്ക്ക് 20 രൂപ ആവോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. ചെന്ന് നോക്കാം. പൊറോട്ട ഞാൻ പറയാം, വിശപ്പ് ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. അപ്പൊ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് ഇവിടെ തണുപ്പല്ലടാ. ഇതാണ് നമ്മുടെ വാഴച്ചാല് പാലം. നമ്മുടെ വാഴച്ചാല് പാലം ആണ്. മോനെ പണിപ്പാളിയുടെ ആദ്യം കിടക്കണോടാ പിണ്ടം. ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മള് വാഴച്ചാലിൽ നിന്ന് കയറി ഇവിടെ എത്തി. ഇവിടെ പാലമൊക്കെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ പോവാം. ആന ഇതുവരെ കണ്ടില്ല. നമ്മള് ആനയൊക്കെ കാണാന്ന് ഓർത്താണെങ്കിൽ കുറച്ചുകൂടി രാവിലെ ഇറങ്ങി. ഒരു ആന പോലും കണ്ടില്ല. ഇന്നും പിണ്ടം മാത്രം. ആനയൊന്നും ഇല്ല. പക്ഷെ റോഡ് എക്സ്പീരിയൻസ് അടിപൊളിയാട്ടോ, സൂപ്പറാണ്. അധികം തിരക്കൊന്നുമില്ല. അതെ, ഇപ്പൊ തന്നെ നമ്മൾ വാൽപ്പാറ എത്തുകയും ചെയ്യും. അതിന് സമയം വേണ്ട. ഹോണ്ട ക്ലബ്, നമ്മളെവിടെ പോയാലും ഈ ഹോണ്ട ക്ലബ്ബ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ നമ്മൾ പൂണ്ടിയിൽ നിൽക്കുമ്പോൾ ഇതേ ക്ലബ്ബ്, ഇതേ റൈഡ്. ഇവര് തന്നെയാണോന്ന് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഇപ്പൊ 90s എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ കളിയാക്കും. പക്ഷെ 5-8 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവന്മാരും ഇതുപോലെയാവും. നമ്മൾ പോണ റൂട്ടിൽ ഒരു വണ്ടി ഇവിടെ ഇടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഈ വഴി ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും സൂക്ഷിച്ചൊക്കെ പോവാട്ടോ. ഉമ്മൊക്കെ വളഞ്ഞു. കുറച്ചു ദിവസമായി ഇരിക്കണമെന്ന് തോന്നണം. വലിയ കാഴ്ചയിലായിട്ടൊന്നും പറ്റിയല്ല, ചെറുതായിട്ടൊക്കെ എടുത്തോണ്ട് പോകാൻ പറ്റിയല്ല. എന്തായാലും ഞാൻ പറഞ്ഞു ഇത് ഷോളയാർ ഡാമിന്റെ ബാക്കിയാണ്. പക്ഷെ കുട്ടൻ പറയണത് വാളയാർ ഡാമാണ്. മാറിക്കോ, പരമശിവത്തിന്റെ ക്ലോസ് എടുക്കട്ടെ. കൊമ്പൻ കിട്ടി ഗൈസ്, കൊമ്പനെ കിട്ടി. കൂസ് അങ്ങനെ നമുക്ക് കൊമ്പനെ കിട്ടി. 2 ഓരോ അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റും, ക്യാമറ കാണാൻ പറ്റില്ല. നമുക്ക് വിളിച്ചു നോക്കാം. നമ്മളിത് അപ്പുറത്തെ മറ്റേ ചെക്ക് പോസ്റ്റിന് മേടിച്ച കാർഡ് ഇവിടെ കാണിക്കണം.
കാണിച്ചാലാണ് കടത്തിയുള്ളൂ. നമ്മൾ വാൽപ്പാറ പക്കം പോകണം. ചോറ് 11 മണി ആയുള്ളൂ. നമ്മൾ കറക്റ്റ് 2 മണിക്കൂർ കൊണ്ട് എത്തി. ഭയങ്കര പയ്യെ നമ്മൾ വന്നിട്ടും നമ്മൾ കറക്റ്റ് 2 മണിക്കൂർ കൊണ്ട് എത്തി. അപ്പത്തേനും ദേവൻ അവിടെ കിടന്നു ഉച്ചമയക്കത്തിന്. ഇവിടെ 499 രൂപ റൂമൊക്കെ കിട്ടുന്ന പറയാണ്ട്. നമ്പർ വേണി നോട്ട് ചെയ്ത് വെച്ചോ. 4 പേർക്ക് റൂംസ്. മലക്കപ്പാറ എത്തിയപ്പോൾ ചുമ്മാ ഒരു വഴി കയറി വന്നതാണ്. സംഭവം കൊള്ളാം. ഒരു ചെറിയൊരു ലേക്കൊക്കെ ഉണ്ട്, ഒരു മരം. ഇത് മിക്കവാറും അമ്പലമാക്കി എടുത്തിട്ടുണ്ടാവും. അതെ, അമ്പലമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഫുള്ള് പിന്നെ മരം കണ്ട അവർക്ക് അമ്പലമാക്കണം. ഇപ്പോൾ നമ്മൾ 2 എക്സ്പൾസർ റാലി പ്രോയിലാണ് വന്നത്. പിന്നെ ഒരു സ്പ്ലെൻഡർ ഉണ്ട്. സ്പ്ലെൻഡർ അവിടെ വച്ചു. ഇത് ചുമ്മാ ഒരു തേയിലത്തോട്ടമാണ്. ഒടക്കൂട്ടൻ ബിസിയാ. AVT മെയിൻ. എന്നാൽ പിന്നെ നമുക്കിനി വാൽപ്പാറയിലോട്ട് പോവാം. നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറി പോട്ടെ. ഇതാണ് നമ്മുടെ ഷോളയാർ ഡാം. നമ്മൾ ഇതിനു മുമ്പ് പ്രാവശ്യം ഇവിടെ വന്ന് പെട്ടുപോയതാണ്. ഇവിടെ ഇരുന്നത് ഒരു 5-8-12 പേര്. നമ്മൾ അന്ന് ഇവിടെ വന്നപ്പോൾ പെട്ടുപോയപ്പോൾ സ്റ്റേ ചെയ്ത സ്ഥലമാണ്. അവിടെ 4,000 രൂപ അങ്ങോട്ട് ചോദിച്ചു. അതിൻ്റെ പകുതി പൈസക്ക് നമ്മൾ താമസിച്ചു. ഈ ഹോട്ടലിൽ പണിക്ക് നിന്നതാ. അവിടെ നിന്ന് നമ്മൾ ദോശ അടിച്ചു കൊടുത്തതാ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോ. അപ്പോൾ അത് ഷോളയാർ ഡാമിൻ്റെ വ്യൂ ആണിത്. വെള്ളമൊക്കെ ഒന്നുമില്ല, വെള്ളമൊക്കെ കുറവാണ്. ഡാമിൻ്റെ ഉള്ളിക്കടുള്ളൊരു വഴിയാണിത്. ഇവിടെ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട് കുറേ അണ്ണന്മാർ. നമ്മളെ പോലെ തന്നെയാ, കാറ്റ് മാത്രമേ ഉള്ളൂ. നമ്മളീ നടന്നു പോണ ചുമ്മാ സാധാ പറമ്പല്ല, ഇത് ഡാമാണ്. ഷോളയാർ ഡാമിൻ്റെ ഒരു സൈഡാണ്. വെള്ളമില്ലാത്ത കാരണം ഇങ്ങനെ കിടക്കണയാണ്. ഇവിടെ ആൾക്കാർ നടന്നത് വഴിയൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് വാൽപ്പാറയുടെ ബ്യൂട്ടി. നല്ല തേയിലത്തോട്ടോ. പിന്നെ രാത്രി 8 മണി ആക്കി കഴിഞ്ഞാൽ കുറച്ച് പുലിയൊക്കെ ഇറങ്ങി അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. വാൽപ്പാറ തമിഴ് പക്കം എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ എന്നിട്ട് വാൽപ്പാറ ഏറെക്കുറെ എത്താറായോണ്ട് എത്തി എന്ന് പറയാം. കുട്ടനെയും പൊട്ടനെയൊന്നും കാണാനില്ല, മര കാണാനൊന്നുമില്ല. കൂട്ടുകൂടി അത് പോയെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അന്ന് വന്നപ്പോ ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടും കൂടിയില്ല. 100 പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം 4 മണിക്ക് അല്ല 6 മണിക്ക് അവിടെ കയറണമെന്നോ ചെക്ക് പോസ്റ്റിൽ കയറണം. പിന്നെ നമ്മൾ അറിഞ്ഞത് അവിടെ 4 മണിക്ക് അടയ്ക്കുന്നു. അതൊക്കെ ഒരു കഥയായിരുന്നു. അത് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ വീഡിയോയിലുണ്ട്. കാട്ടുപോത്തിനെ കണ്ടായിരുന്നോ? ഞങ്ങള് കാട്ടുപോത്തിനെ കണ്ടു. നീ കണ്ടില്ല? അതെ, കേറി കഴിഞ്ഞപ്പോ കാട്ടുപോത്തൊക്കെ ഉണ്ട്. കാട്ടുപോത്തിനെ നമ്മൾ വ്ളോഗിൽ കാണിക്കുന്നത്. ഈ പുലിയുണ്ട്, പുലിയെ കണ്ടതും കാണിക്കും. പുലി സീക്രട്ടാ, ഒറിജിനലാണെന്നാണ് പറയണത്. മണമൊന്നുമില്ലല്ലോ. കാട്ടുതേനാ നല്ലതാന്ന് തോന്നണം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെച്ച് നോക്കാം, വെള്ളത്തിൽ മിക്സ് ആവൂലേ. സ്പ്ലെൻഡർ കൊണ്ട് നമ്മളിത് അങ്ങനെ UAE വരെ. ആ അതെ, കണ്ടോ? ഷെയ്ക്ക് പറഞ്ഞു. പക്ഷെ ഇവിടെ തേയിലത്തോട്ടം ഉണ്ട്, ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ഒരു ഉത്സവം നമ്മള് കഴിക്കാനുള്ള നമ്മള് താഴെ സുങ്കത്ത് നമ്മളൊന്നൊരു പൊട്ട ബിരിയാണി കഴിച്ചു. അവിടെ തന്നെ ഒന്ന് പോയി നോക്കാം. നോക്കാം സംഭവം എങ്ങനെയുണ്ടെന്ന്.
എന്തായാലും കൊള്ളാം. ഒരു തേയിലത്തോട്ടത്തിലൊക്കെ ഇരുന്നാട്ടാ കഴിക്കണേ. നമുക്ക് കുറച്ച് പായസം കിട്ടുമോ വേണ്ട. നല്ല കറികളൊക്കെ ആയിട്ട് ഊണൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഇരിക്കുകയാണ്. നമ്മളവിടെ ചെരുപ്പിട്ട് നടന്നതിന് 2 വർത്താനം കേട്ടു. പായസം ചോദിച്ചു. അപ്പൊ ആ അണ്ണൻ നമുക്ക് വേണ്ടി പായസം എടുത്തോണ്ട് 2 ഗ്ലാസ്. ഇതാണ് ഏത് അത് நன்றி அண்ணா. ஆசீர்வாதத்துடன் சிறப்பாக நடைபெற்றுக்கொண்டிருக்கிறது. இந்த வேலை கொஞ்சம் அப்படியே. ഇതാണ് മേളില് ഡാമിൽ നിന്നുള്ള വ്യൂ. ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല. ഇപ്പൊ നമ്മള് വാൽപ്പാറയിൽ നിന്ന് ഇറങ്ങി വന്നോണ്ടിരിക്കണം. ഇപ്പൊ പറന്നു വരും. ഇനി ഓർമ്മ അവിടെ വരാനുണ്ടല്ലോ. പൂക്കി റൈഡർ ഐഡി പോയി. ഇനി വരാനുള്ളത് പൊട്ടേട്ടൻ. ഇത് വെള്ളച്ചാട്ടം ആണ്. ആളിയാർ ഡാമിലോട്ട് പോണ വഴി. പക്ഷെ നമ്മള് കയറണമൊന്നുമില്ല. നമുക്ക് കൊല്ലങ്കോട് ചുമ്മാ പോയി നോക്കാൻ വേണ്ടി. നമ്മുടെ ആളിയാർ ഡാം കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു പാലമുണ്ട്. അത് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതെ ഇവിടേക്ക് വരാം. ഇവിടെ അത്യാവശ്യം ആൾക്കാർ കുളിക്കണൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുറേ ആൾക്കാരെ ഇവിടെ കണ്ടു. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രഷ് ആവണം എന്നുള്ളവർക്ക് ഇവിടെ ഒന്ന് കുളിക്കുകയും ചെയ്യാം. നമ്മൾ ആ മേളിൽ കണ്ട ഡാമിൻ്റെ അതെ ആ വെള്ളമാണ് ഒഴുകി തന്നെ. ഇന്നത്തെ ചോറ് നമ്മൾ ചോറും ചായങ്ങളും കൂട്ടി അരിപ്പിയുടെ സ്വന്തം ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പോവാം. പോയി നോക്കാം എന്താവുന്നു. ഫ്രൈഡ് റൈസാണ് മേടിച്ചത്. ചിക്കൻ ഫ്രൈഡ് റൈസ് എല്ലാവരും മേടിച്ചു. ഇപ്പം മാത്രം സാപ്പാട് മേടിച്ചു. ഇപ്പം വന്നുള്ളൂ, കഴിക്കാൻ പോകുള്ളൂ. നല്ല വിശപ്പുണ്ട്. നമ്മളെന്ന് പോയാലും 3-4 മണിയാകും കഴിക്കും. 4 മണിയായിരുന്നു. ഉച്ചത്തെ ചോറും രാവിലത്തെ ചായയും ഒരുമിച്ച് കൊടുത്തു. ഒന്നും നോക്കിയില്ല അഭിലാഷേ. നാട്ടിലൊക്കെ ഇപ്പോഴും കാളവണ്ടിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത് നമ്മുടെ കേരളത്തിലേക്ക് വന്ന മാങ്ങയൊക്കെ ഇവിടെ നിന്നെത്തിയാൽ തന്നെ അത് എന്റെ പൊന്നി കണ്ട് ഒരെണ്ണം കൂടെ പറിച്ചാലോ. അപ്പൊ പാസ്സൊക്കെ ഉണ്ട്. സംഭവം എന്താന്ന് നോക്കിട്ട് വരാം. കുട്ടൻ പറയുന്നത് ഒടക്ക് കൂട്ടാൻ പാലക്കാടൻ ഗ്രാമഭംഗി ആസ്വദിക്കാൻ വേണ്ടി രാവിലെ തന്നെ ഇറങ്ങിയതാ. കെട്ടി മെയിൻ ടാർഗറ്റ് ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ എല്ലായിടത്തും നിർത്താണ്ടൊക്കെ നിർത്തി. പക്ഷെ എക്സൈസുകാരൻ മൂഞ്ചി പോയി. എക്സൈസുകാർ വന്ന് കുട്ടൻ്റെ ഒരു പൊതി കിട്ടി. നോക്കിയപ്പോ വെള്ള സാധനം, വെള്ള കളർ. എന്തായിരുന്നു? നീരമിഠായി. ഹോട്ടലിൽ തൂക്കി. ഇത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഫുൾ മാപ്പ് കാണും. കൊല്ലംകോട് എങ്ങനെയാണ് കാണേണ്ടതെന്ന്, പഴയ ഗ്രാമം എങ്ങനെ കാണേണ്ടതെന്ന്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പഴയത്. ഇനിയിപ്പോൾ കൊല്ലംകോട് കാണാത്തവർക്ക് വേണ്ടിയാണ്. ആ മലയാള തനിമ ഇവിടെ ഒരു സേവ് ദ ഡേറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. മലയാള തനിമ എങ്ങനെയാണ് ഉള്ളത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ പോലെയാണ് ആ നിർമ്മാണത്തിന്. അവിടെ വലിയ കുറേ ദൂരമുണ്ട്. ഇത് മാപ്പുണ്ട് ഇവിടെ. ഇതിനകത്ത് മാപ്പുണ്ട്. ആ അവിടെ നിന്ന് പടം വരയ്ക്കും. ഒരു സമയം 4 പേര്. പൂ പറിക്കരുത്. ആ ഞങ്ങൾ തെങ്ങുംതോപ്പ് വാങ്ങാൻ പോവാ അവിടെ തമിഴ്നാട്ടില്. തെങ്ങുംതോപ്പ് 10 ഏക്കർ തെങ്ങുംതോപ്പ് തേയിലത്തോട്ടം. ആ ഇപ്പൊ 4 പേരായി. ആ നിങ്ങളവിടെ മേളിലിരുന്നോ? ഓ ആ ഗ്രാമഭംഗി. നമ്മളെ പാലക്കാട് ചെക്ക് പോസ്റ്റിൽ നിന്ന് പോലീസ് പിടിച്ചു. ദൈവന്മാരുടെ കയ്യിൽ നിന്ന് 2 പൊതി പിടിച്ചു. ഉമ്മാർ 2 പേരെയും കയ്യിൽ നിന്ന് ഓരോ പൊതി വീതം. എന്താന്നറിയോ നിങ്ങക്ക്? ദേ കാണും. നമ്മളൊക്കെ നല്ല പിള്ളേരാ. എന്നിട്ട് എന്റെ അവര് ചോദിച്ചു ഇതിനൊരു അറുതിയില്ലേന്ന്. എന്തോ ഭാഗ്യം കൊണ്ട് എന്റെ പോക്കറ്റ് തപ്പിയില്ല. എന്റെ പോക്കറ്റ് തപ്പിയാർന്നെങ്കിൽ ഇത് ഒരു കെട്ട് ടിഷ്യൂം കൂടി കിട്ടിയേനെ അവർക്ക്. അപ്പൊ അവര് ചോദിച്ചേനെ. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി നമ്മൾ നല്ല മലയാളികളാണ്. ഒരു തീപ്പെട്ടി കൊള്ളു പോലും കിട്ടിയില്ല വേറെ. അതെ ഒന്നോടെ എടുത്ത് വെച്ചു കൊല്ലാണോന്ന് അറിയാൻ വേണ്ടി. പെരുമ്പാവൂരാണോ കൊല്ലാണോന്ന് അറിയാൻ വേണ്ടി. ഇനി അതിൽ നിന്ന് മറിഞ്ഞാടാൻ പോകും. പറപ്പിച്ചു വിടുവാപ്പാ. മണ്ടന്മാര് ലോക്കട പൊട്ട. വേറൊരു വ്ളോഗർ ആണെന്ന് തോന്നുന്നു.
നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് എന്തെങ്കിലും അവരാതെ കാണിച്ചിട്ട് വന്നാലോ? വേണ്ടാലേ? ഇത് നമ്മൾ നമ്മുടെ പാടത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ വെള്ളം കോരി കളിക്കാൻ. അല്ല, വെള്ളം കോരി പാടത്തേക്ക് കൃഷി തന്നെ. കണ്ടോ, ഇതൊക്കെ കാണാനാണ് കൊല്ലംകോട്. ഇതിന്റെ ടിക്കറ്റ് മോശമൊന്നുമില്ല അല്ലേ? ഇപ്പൊ 20 രൂപ ഉണ്ടോ? സേവ് ദി ഡേറ്റിന് എത്ര ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇത് അതിന് 20 രൂപ അല്ലായിരിക്കും, വേറെ എമൗണ്ടായി. പിന്നെ 20 രൂപയ്ക്കൊന്നും കൊടുക്കില്ല. ആ പൊതി കുറച്ച് അപ്പോൾ റീൽസിലൊക്കെ ഫേമസ് ആയത് ചെല്ലഞ്ചേണ്ട ചായക്കടയിലാണ്. ഒരു രീതിയിലും നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. ഇതിന്റെ പണ്ട് ഈ കട എങ്ങനെയാണ്, ഇപ്പോഴും ഈ കടയുടെ ലുക്ക് ഏകദേശം ഇങ്ങനെയാണ്. സെയിം. അപ്പൊ അങ്ങനെ നമ്മള് ചെല്ലഞ്ചേണ്ട ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ചായ എങ്ങനെയുണ്ട്? നല്ല ഉഴുന്നുവടയും ചമ്മന്തിയും ഉണ്ട്. അത് ശരി. നല്ല ചമ്മന്തി. പ്രകൃതി ക്ഷേത്രം. ഇതാണ് ചങ്ങഞ്ചിറങ്ങര ക്ഷേത്രം. ആണെന്നോടല്ലേ? ചങ്ങഞ്ചിറ ദേവി ക്ഷേത്രം. ചങ്ങഞ്ചിറ ദേവി ക്ഷേത്രം. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുക എല്ലാവരും. വായിച്ച് മനസ്സിലാക്കുക. കുറച്ച് ദൂരമുള്ളൂ, ഒരു 1 കിലോമീറ്റർ. ഫുൾ ആലാൽ ചുറ്റപ്പെട്ട ഒരു സംഭവം. എത്ര ആളുണ്ട്? ഒരാൾ തന്നെയാണ് ഇത് ഫുള്ള്. അതൊന്നും നോക്കാം. അല്ല, നോക്കാം. ഉഫ്, വെളിച്ചം. ഇതാണ് ചങ്ങഞ്ചിറങ്ങര ദേവീക്ഷേത്രം. ഫുള്ള് ആലാണ്. പിന്നെ എന്തോ വാലിൽ എന്തൊക്കെയോ ചെയ്തിട്ടിട്ടുണ്ട്. തരും ഒരു ടൈം വന്ന് കാണാം. ഫുള്ള് ആല് കണക്കിനെന്തോ അങ്ങനെ അതുകൊണ്ട് പൂക്കി. അപ്പോൾ നമ്മൾ പാലിയക്കര ടോളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നല്ല സുഖത്തിൽ. ഒരുത്ത സ്വന്തം കട്ടിലേ കിടക്കണ മറ്റാണ് കിടന്നുറങ്ങണം. അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ കിടന്നുറങ്ങി സ്വപ്നം കണ്ടു തുടങ്ങും. റൈഡർ പോയി, ഹെൽമെറ്റ് ഊരില്ല, അങ്ങനത്തെ ഒരു വെകിളി. തിരിച്ചു വന്നൊരു മദ്യയ്ക്ക് കിട്ടുന്ന സുഖം. അതെ അതെ, ലാസ്റ്റ് സപ്പർ ഇന്നത്തെ